Hi everyone, welcome back to our channel. ഇന്ന് നമ്മൾ നെക്സ്റ്റ് റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, സിമ്പിളായിട്ട് ഒരു നെയ്ച്ചോറ് എങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കണതെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഭയങ്കര എളുപ്പമാണ് നെയ്ച്ചോറ് എന്ന് പറഞ്ഞാൽ അത്ര അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് അഭിപ്രായം പറയണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പം നമുക്ക് വേഗം എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഞാൻ ഈ ഒരു കടായിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല, ഏത് പാത്രം ആയാലും കുഴപ്പമില്ല. കുറച്ച് ഉൾവട്ടമുള്ള പാത്രം എടുക്കുകയാണ് നല്ലത്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് അത്യാവശ്യം നന്നായിട്ട് ഉരുക്കിയെടുക്കുക. അത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ്, കടയിൽ നിന്ന് മേടിച്ച നെയ്യൊന്നുമല്ല കേട്ടോ. അപ്പോൾ നെയ്യ് ഏകദേശം ഉരുകി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്പൈസസ് ചേർക്കണം. അപ്പോൾ സ്പൈസസ് പറഞ്ഞാൽ ഞാനിവിടെ ആദ്യം ഉപയോഗിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ പട്ട, ഇലയിലെ ബേ ലീഫ്. അപ്പോൾ ബേ ലീഫ് വലിയ ബേ ലീഫാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതി എടുത്താൽ മതി. ഞാനിപ്പോൾ പകുതി തന്നെ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ കടയിൽ കിട്ടാനുണ്ട്. അതേപോലെ ഏലക്കായ ഒരു 10-15 എണ്ണം, ഒരു 5-6 ഗ്രാമ്പു, ഒരു കഷ്ണം തക്കോലം, ഒരു കഷ്ണം സ്റ്റാർ നീസും, പിന്നെ അതേപോലെ തന്നെ ഒരു കഷ്ണം പട്ട. അപ്പോൾ ഇതൊക്കെ ആ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വന്ന് ആ ഇതിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനിനി അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ സബോള വഴറ്റിയെടുക്കാൻ പോവാണ്. സബോള നന്നായി മൊരിച്ച് നമുക്ക് ഗാർണിഷിങ്ങിന് വേണമല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ അത് ഗാർണിഷ് ചെയ്യണമെന്നില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഗാർണിഷ് ചെയ്യാൻ വെക്കാം, അല്ലെങ്കിൽ ചോറ് വെച്ചതിന് ശേഷം വെക്കാം. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ സബോള ഗാർണിഷ് ചെയ്യാനായിട്ട് ഇപ്പം തന്നെ മൊരിച്ചെടുക്കണമെന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് നല്ല ഗോൾഡൻ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഇങ്ങനെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ഗോൾഡൻ കളറ് കിട്ടും നമ്മുടെ സബോളയ്ക്ക്. അപ്പം ഞാൻ ആദ്യം കുറച്ച് പഞ്ചസാര തൂവി കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് സവോള കോരി മാറ്റാം. കാരണം ഇതിലും കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. തനിയെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ചൂടിൽ തന്നെ കുറച്ച് ഒരു കളർ വ്യത്യാസം സവോള കോരി വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം തന്നെ അത് കോരി മാറ്റാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് മാറ്റി വെക്കട്ടെ. എന്നിട്ട് ബാക്കി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മൊരിയിച്ചെടുക്കാം ഇതേപോലെ തന്നെ. അപ്പോൾ സബോള മൊരിച്ചതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്. ഒരു 10-15 എണ്ണം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാൽ മതി കേട്ടോ. കൂട്ടുക കുറയ്ക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുക എന്താ വെച്ചാൽ ചെയ്യാം. ഇപ്പോൾ ഇത് അതേപോലെ തന്നെ ഇത് നടുമുറിച്ച് വേണമെങ്കിൽ ഇടാം, അതായത് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം. അപ്പം ഞാൻ അങ്ങനെയൊന്നും നോക്കണമെന്നില്ല, ഞാൻ അങ്ങനെ തന്നെ ഇട്ടു. ഒരു കൈപ്പിടി ഉള്ളത് എടുത്തു. ഏകദേശം ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് അണ്ടിപ്പരിപ്പ് കോരി മാറ്റാം. അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോയാലും നന്നല്ലല്ലോ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് കോരി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണക്കമുന്തിരി വേണം. അപ്പോൾ നെയ്ച്ചോറിലും ബിരിയാണിയിലൊക്കെ ഉണക്കമുന്തിരി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള നല്ല കറുത്ത ഉണക്കമുന്തിരിയാണ് കേട്ടോ. ലൈറ്റ് ബ്രൗൺ കളറിലും കിട്ടും, ഇതേപോലെ നല്ല കറുത്തിട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾ ഏതാച്ചാൽ വാങ്ങിച്ചോളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല കറുത്തുള്ളതിന് ഇത്തിരി മധുരം കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഏകദേശം ഒന്ന് ഉണ്ടച്ച് വരുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാം. കാരണം ഒന്നാമത് കറുത്തതാണ്, അതിൻ്റെ കൂടെ നല്ല ഉണ്ടയായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മൊരിഞ്ഞു, അല്ലെങ്കിൽ ആവശ്യത്തിന് നെയ്യിൽ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഞാനും ഇത് കോരിയെടുക്കട്ടെ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ബാക്കി നമ്മുടെ അവിടെ മൊരിച്ച് വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്കയുടെ മിക്സില്ലേ അത് ഇതിലേക്ക് വീണ്ടും ഇടുകയാണ്. അതിന് ശേഷം നമുക്കിതിലേക്ക് അരി ചേർക്കണം. അപ്പോൾ ഞാനിവിടെ കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ് അരി കഴുകി ഒരു 20 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചതാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇടാൻ പോവാണ്. നെയ്ച്ചോറിന് എപ്പോഴും കൈമ റൈസാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ആ ഒരു സ്മെല്ല് നമുക്ക് അങ്ങോട്ട് കിട്ടില്ല. ബസ്മതി റൈസ് എപ്പോഴും നമ്മുടെ ലോങ് റൈസ്, അതായത് ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ഹൈദരാബാദി ബിരിയാണി ആ ഒരു റെസിപ്പീസിനൊക്കെയാണ് എപ്പോഴും ബസ്മതി റൈസ് നല്ലത്. എനിക്കിഷ്ടം കേട്ടോ, പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോറ് അല്ലെങ്കിൽ ഈ അരി ഈ നെയ്യിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണ പോലെ ആക്കണം. എന്നാൽ മാത്രമേ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കുകയുള്ളൂ കേട്ടോ. ഇതൊരു ട്രിക്കാണ് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്.
നമ്മൾ കുക്കറിലൊന്നും അല്ല ഉണ്ടാക്കണം. അപ്പോൾ ഇതിൽ തന്നെ ആദ്യം വഴറ്റിയിട്ട് നന്നായിട്ട് ആ നെയ്യ് ആ ചോറിൽ നന്നായി കോട്ട് ചെയ്ത് കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ അരി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടണ പോലൊരു ഇതാവും. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നല്ലോണം വെറ്റി നെയ്യൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 6 ഗ്ലാസ് വെള്ളം ചേർക്കും. ഇത് നമ്മൾ കുക്കറിൽ വെച്ച് വിസിലടിപ്പിക്കേണ്ട ആവശ്യമില്ല. വെറും 10 മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാൻ. പെട്ടെന്ന് വെന്ത് കിട്ടണതല്ലേ. അപ്പോൾ ഞാൻ ഏകദേശം അത് പൊട്ടിയൊക്കെ വരുന്നുണ്ട്. കണ്ടോ, അതിൽ വെള്ളമയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി വെള്ളം ഒഴിക്കാം. അപ്പോൾ പറഞ്ഞ പോലെ ഞാനിവിടെ 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം കൂടി പോവണ്ട കേട്ടോ. ഇരട്ടി വെള്ളം എത്ര എടുക്കണം അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം അളവ് എടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഉപ്പ് നമുക്ക് ഇനിയാണ് ഇടേണ്ടത്. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ഉപ്പ് നോക്കുമ്പോൾ, ഇപ്പോൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നന്നായി കലക്കിയതിന് ശേഷം നോക്കുമ്പോൾ ഉപ്പ് കൂടുതലാണോ നോക്കണം. കാരണം ഉപ്പ് കൂടി നിന്നാലേ ചോറിലേക്ക് ഉപ്പ് പിടിക്കുള്ളൂ. ഉപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കണതിൻ്റെ സ്വാദേ മാറിപ്പോവും. അപ്പോൾ ആദ്യം ഉപ്പിട്ടിട്ട് ആദ്യം ഇളക്കി നോക്കി ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കുക. അപ്പോൾ ഇതിന് തിളച്ച് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിനെ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ടൊരു 10 മിനിറ്റ് കവർ ചെയ്ത് വെച്ച് വേവിക്കുക. അപ്പോൾ എനിക്ക് ആദ്യത്തെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കാൻ പോവാണ് 10 മിനിറ്റ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ, ചോറ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തിനേക്കാൾ കൂടുതൽ വേവായാൽ മതി. വെള്ളം നന്നായിട്ട് വറ്റി പോയിട്ടുണ്ട്. കണ്ടോ, തീരെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല ടെക്സ്ചർ ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ കുഴഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. വെള്ളം കൂടുതലും ഇല്ല കുറവും ഇല്ല, പാകത്തിനാണ്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് എത്ര പെട്ടെന്ന് റെഡിയായി കഴിഞ്ഞത്. ഒരു പാടുമില്ല ഉണ്ടാക്കാനായിട്ട്. നല്ല എളുപ്പമാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ. ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ലാസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഗാർണിഷിംഗ് ആണ്. ഗാർണിഷിങ്ങിനായിട്ട് നമ്മളിവിടെ സബോളയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേ, അതൊക്കെ ഇട്ട് നന്നായിട്ട് ഗാർണിഷ് ചെയ്യുക. അത്രേ ഉള്ളൂ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ അല്ലെങ്കിൽ മസാലയോ അല്ലെങ്കിൽ സാധാരണ സാലഡ് ഉണ്ടാക്കിയാലും മതി. നെയ്ച്ചോറും സാലഡും കൂട്ടി അച്ചാറും കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ്. ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഒഴിക്കാം. ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള നെയ്യ്. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരില്ലേ, നമ്മൾ ആ ഒരു പശു നെയ്യിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുമ്പോൾ നെയ്ച്ചോറ് ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ കൊതിയാവും. നെയ്യ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് തുറക്കുമ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അത്രയും നെയ്യ് ഒഴിക്കാം കേട്ടോ. ഒരുപാട് നെയ്യ് ആയി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. കുറച്ച് ഒരു അളവ്, ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുക എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.